ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഡി നെൽസനെ സസ്പെൻഡ് ചെയ്തു. സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടാണ് നടപടി. ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു എന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കെ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്തുക വളരെ ഗുരുതരമായ നിയമലംഘനം എന്ന് തന്നെ പറയാവുന്ന കാര്യമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നു, ഉടനടി നടപടി വരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഏതായാലും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. കാരണം ഇതുപോലെ പലതരത്തിൽ ഉള്ള ഡോക്ടർമാർക്കെതിരെ സ്വകാര്യ പ്രാക്ടീസ് നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്നവർക്കെതിരെയൊക്കെ മുമ്പും ഇത്തരത്തിൽ അന്വേഷണവും നടപടിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം എന്താണ്, ഒരു ഫലത്തിലേക്ക് എത്തുമ്പോൾ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതും അങ്ങനെ ആകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോഴും പല ഇടങ്ങളിലും ഈ സ്വകാര്യ പ്രാക്ടീസ് ഇത്തരത്തിൽ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും തന്നെ പാലിക്കാതെ ഈ ജനങ്ങളെ അല്ലെങ്കിൽ രോഗികളെ പിഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലവിൽ ഉണ്ട്. അതുതന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതും. കാരണം സർക്കാർ ആശുപത്രിയിൽ ഒരു രോഗവുമായി പോകുമ്പോൾ ഒരു രോഗിക്ക് അവിടെ 95 രൂപ മാത്രം വില വരുന്ന മരുന്നുകൾ എഴുതുന്നു. എന്നാൽ പുറത്ത് ഇതേ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ പുറത്ത് കൺസൾട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറിക്കുന്ന മരുന്നിന് 500 രൂപയോളം വില. അത് നമ്മുടെ ഈ വാർത്തയിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിയമലംഘനങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നടപടിക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വകുപ്പ് തല അന്വേഷണവും അതോടൊപ്പം തന്നെ ബാക്കി അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളും സ്വീകരിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും തീരുമാനം. അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എത്തിയത്. സ്റ്റെഫിൻ പറഞ്ഞ പോലെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ ഇതുപോലെ സ്വകാര്യ പ്രാക്ടീസൊക്കെ വളരെ സജീവമായിരുന്നു. പിന്നീട് അത് വലിയ വാർത്തകളായി, നടപടികളായി, അങ്ങനെ പാടില്ല എന്ന തീരുമാനങ്ങളൊക്കെ വന്നു. പക്ഷേ ഇപ്പോഴും സാഹചര്യം കിട്ടിയാൽ ഇപ്പോൾ അതും അവധിയെടുത്തു പോലും ഇത് ചെയ്യുക എന്നത് വളരെ ക്രൂരമായ കാര്യമാണല്ലോ. അപ്പോൾ ആ സാധാരണ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം രോഗികൾക്ക് കിട്ടാതെയും പോകും. അപ്പോൾ ഇത് ജില്ലയിൽ ഇനി എന്തെങ്കിലും രീതിയിൽ ഒരു പരിശോധനയിലേക്ക് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം അങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം കൂടി ആരോഗ്യവകുപ്പ് എടുക്കുമോ? അതോ ഒറ്റ സംഭവത്തിലൊരു നടപടിയിൽ മാത്രം ഒതുക്കാവുന്നതല്ലല്ലോ? അതെ ദിവിഷ്, കാരണം ഈ ഒരു സംഭവത്തിൽ മാത്രം നടപടി ഒതുക്കാൻ കഴിയില്ല. കാരണം ഈ വാർത്തയിൽ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് സമീപമൊക്കെ ഇത്തരത്തിൽ അവിടെയുള്ള ഡോക്ടർമാർ തന്നെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. അതൊക്കെ നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ മുറിയൊക്കെ എടുത്തുകൊണ്ട് പരിശോധനകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ഇവർക്ക് സ്വന്തമായി താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത്തരത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താനുള്ള അനുമതിയുള്ളൂ. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു നിയമലംഘനങ്ങൾ പതിവായി ഇത്തരത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥ പലതവണ നമ്മൾ മുമ്പ് തന്നെ വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം പലതരത്തിൽ അവിടെ ഡോക്ടർമാരില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്ന രോഗികളുടെ അവസ്ഥ, ഡോക്ടർമാർ കൃത്യമായി ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥ, രോഗികൾ കൂടുതലായി എത്തുന്നു, അല്ലെങ്കിൽ രോഗികൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെയും വാർത്തയിൽ അവതരിപ്പിച്ചിരുന്നു, കാണിച്ചിരുന്നു, പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ, ഈ സസ്പെൻഷനിലുള്ള ഈ ഡോക്ടറെ മാറ്റി നിർത്തിയാൽ അവിടെ എന്ത് പകരം സംവിധാനം ഒരുക്കും. അതോടൊപ്പം തന്നെ ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ള കാര്യമല്ല. നമ്മൾ ആ വാർത്തയിൽ തന്നെ പറയുന്നത് ഈ പല സ്ഥലങ്ങളിലും പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഇതിങ്ങനെ വ്യാപകമായി നടക്കുകയാണ്. ഇടയ്ക്ക് ആരോഗ്യത്തിൻ്റെ വിജിലൻസിൻ്റെയും ഒക്കെ ഒരു പരിശോധനകൾ നടന്നിരുന്നു ഈ സ്വകാര്യ പ്രാക്ടീസ് അനധികൃതമായി നടത്തുന്നവരെ പിടിക്കുന്നതിന് വേണ്ടി. അത്തരം ആളുകളെയൊക്കെ കണ്ടെത്തിയെങ്കിൽ പോലും തുടർ നടപടികളൊന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇതൊരു പരസ്യമായ രഹസ്യമായി തന്നെ ആരോഗ്യവകുപ്പിനുള്ളിൽ നിൽക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള സ്വകാര്യ പ്രാക്ടീസും മറ്റ് നിയമലംഘനങ്ങളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. ഇനി ഏത് തരത്തിലുള്ളൊരു നടപടികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു ഏകോപനം, ഒരു അന്വേഷണമൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ആ വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചത് നമ്മുടെ ക്യാമറമാന് ചുമയായിട്ട് പോകുന്നു. ആ ചുമയ്ക്ക് 2 ഡോക്ടർമാരോട് ഒരേ രോഗവിവരങ്ങളൊക്കെ പറയുന്നു, പരിശോധിക്കുന്നു. അതിനുശേഷം എഴുതുന്ന മരുന്നുകൾ തമ്മിൽ വലിയ ആനയും ആടിൻ്റെയും ഒക്കെ അന്തരം എന്ന് പറയുന്ന തരത്തിൽ ഉള്ള രീതിയിലാണ് ആ കുറിപ്പടിയൊക്കെ തന്നെ വരുന്നത്. ആ രീതിയിൽ കൂടി ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ യഥാർത്ഥ ഫലപ്രാപ്തിയിലേക്ക് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഈ ഒരു സമീപനം എത്തുകയുള്ളൂ. ശരി, എന്തായാലും ഡ്യൂട്ടി സമയത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഡി നെൽസനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതിലാണ് ഉടനടി ആരോഗ്യവകുപ്പിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പക്ഷേ അത് ഒറ്റ സംഭവത്തിൽ ഒതുക്കേണ്ടതല്ല. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലൊരു പരിശോധന ആവശ്യമാണ് എന്നുകൂടിയാണ് ഇപ്പോൾ സ്റ്റെഫിനും പറഞ്ഞു വയ്ക്കുന്നത്. സ്റ്റെഫിനാണ് ആ വിവരം റിപ്പോർട്ട് ചെയ്തത്.